നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൂര്യ ഭാവനയുടെ ഭർത്താവ് തന്നെയാ. ഭാവനയുടെ മേലെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം സൂര്യക്ക് തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അറിഞ്ഞുകൊണ്ട് ഭാവനയെ ഒരു ചതിക്കുഴിയിലേക്ക് പറഞ്ഞുവിടാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ സൂര്യ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാം. നീ ഇവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാത്ത സ്ഥിതിക്ക് ഞങ്ങളുടെ തീരുമാനമാണ് ഭാവന ഇനി ആ വീട്ടിലേക്കില്ല. ഞങ്ങൾ ഇവിടെ വന്നതേ ആരെ ക്ഷണിച്ചിട്ടൊന്നുമല്ല. ഞങ്ങളുടെ മകളുടെ സുഖവിവരം അറിയാൻ ഞങ്ങൾ ആരെ ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ, അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ ജയനിർമ്മല എല്ലാ കാര്യങ്ങളും നിങ്ങളെ അപ്പ അറിയിക്കുന്നുണ്ടെന്നും ഇവള് വിളിച്ചിട്ടാണ് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ വന്നതെന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇതെല്ലാം നിങ്ങളുടെ ഒത്തുകളിയാ. കണ്ടവന്റെ ഗർഭം സൂര്യയുടെയും ഭാവനയുടെയും തല കെട്ടിവെച്ച് വില പേശാനുള്ള നിങ്ങളുടെ വൃത്തികെട്ട പരിപാടി ഇന്നത്തോടെ അവസാനിപ്പിച്ചോണം. നാണാവില്ലടോ ഇങ്ങനെ ജീവിക്കാൻ. ഇതിന് പറയുന്ന പേരാ ദല്ലാൾ പണിന്ന്. അനാവശ്യം പറയരുത്. തനിക്ക് കാണിക്കാം. ഞങ്ങൾ പറയുന്നതാണോ കുഴപ്പം? തന്റെ മകളെ കൊണ്ട് താൻ നടക്കുന്ന ഇതിനാണല്ലേടോ? എന്റെ മോളെ ഞാൻ നിന്നെ വിശ്വസിച്ചാ ഏൽപ്പിച്ചത്. എന്നിട്ട് എല്ലാം കൂടി ഇവിടെ കൊണ്ട് എത്തിച്ചല്ലോ നീ. അതെ, ആരും കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. നിങ്ങളുടെ നാടകമൊക്കെ കുറെ ഞങ്ങൾ കണ്ടതാ. ഞങ്ങളുടെ ഭാവനയുടെ ജീവിതത്തിൽ കയറി നിങ്ങൾ ഇനി കളിക്കണ്ട. അവള് നിങ്ങൾ കാരണം അനുഭവിച്ച ദുരിതങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഭാവനയുടെ ഭാവി കാര്യത്തിൽ ഞങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞു. അതെ, ഭാവനയുടെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയണ്ട. ഞങ്ങളുടെ മോടെ കാര്യം അന്വേഷിക്കാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ദുരിതത്തിലാക്കിയതേ എന്റെ മോടെ ഭാവിയാ. അവിടെ ജീവിതം നശിപ്പിച്ചത് ഭാവനയും കൂടെ ചേർന്ന. ഇപ്പൊ ഭാവന ഗർഭിണിയായപ്പം ഞങ്ങളുടെ മോളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. അവിടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുത്തേ പറ്റൂ. തന്റെ മോളോട് ഗർഭം ധരിക്കാൻ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? അവള് ഗർഭിണിയായതേ അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടാ. മക്കളെ നോക്കി വളർത്താതെ കുഴപ്പം ഇതൊക്കെ. ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നതേ നിങ്ങളുടെ സഹോദരി കുഞ്ഞാരെ പെങ്ങളും. ഇവൾ ഒറ്റയിരുത്തി ഇതിനെല്ലാം കാരണം. അതേടി, ഞാനാ കാരണക്കാരി. അതിനിപ്പോ നിനക്കെന്ത് വേണം? നിനക്കറിയണോ? വാടി, ഞാൻ കാണിച്ചു തരാം. അതെ, നിങ്ങളുടെ കൂടെ വന്നവര് പുറത്ത് വഴക്കാം. നിങ്ങൾ ആരെങ്കിലും വേഗം പുറത്തേക്ക് വാ. നീ ഇവിടെ കിടക്ക, ഞങ്ങളിപ്പോ നോക്കിട്ട് വരാം. വാ. എന്താ ഇത്? ഇതൊരു ഹോസ്പിറ്റലല്ലേ? അല്പം കൂടി മര്യാദയ്ക്ക് പെരുമാറിക്കൂടെ? എന്തിനാവശ്യമില്ലാതെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ? മോളെ, പ്രശ്നം ഉണ്ടാക്കിയത് മറ്റൊന്നും കൊണ്ടല്ല.
നിന്നെ ഇനി അങ്ങോട്ട് വിടാൻ പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ ജയ്ക്ക് ഒരേ വാശി, നിന്നെ അവിടേക്ക് തന്നെ കൊണ്ടുപോകണം. കൂട്ടിന് ആ പരനാറിയും കൂടെ ഉണ്ട്. എടാ നിന്നെ- നിർത്ത്. ഭാവൻ എന്റെ മരുമകളാണ്. അവൾ എവിടെ നിൽക്കുന്നതെന്ന് തീരുമാനിക്കുന്ന സൂര്യയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു. എന്തിനാ അമ്മ ഇപ്പൊ ആവശ്യമില്ലാത്തൊരു സംസാരം? എവിടെ നിൽക്കണം, എവിടെ പോണോന്ന് തീരുമാനിക്കുന്നത് ഞാനും ഭാവനയോ. ഞങ്ങളുടെ കാര്യത്തില് നിങ്ങൾ ആരും വഴക്കൂടണ്ട. എന്താമ്മേ, അമ്മയ്ക്കും തീരെ ബോധമില്ലാതെ പോയോ? ഭാവന ഒരു അമ്മയാവാൻ പോകുന്ന അറിഞ്ഞ് സന്തോഷിക്കാതെ പരസ്പരം വഴക്കിടുകയാണോ? സൂര്യ, ഒരിക്കൽ ഭാവനയ്ക്കൊരു അനുഭവം നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഉണ്ടായതുകൊണ്ടാ ഞങ്ങൾ ഭാവന അവിടേക്ക് വിടില്ല എന്ന് പറഞ്ഞത്. പോരാത്തതിന് വീണ്ടും വന്നിട്ടുണ്ടല്ലോ അജയനും ഭാര്യയും. ഞാൻ വിളിച്ചിട്ടൊന്നല്ല ഇവരെ രണ്ടുപേരും വന്നത്. അതെ, ഞങ്ങൾ ഞങ്ങളുടെ മോളെ കാണാനാ വന്നത്. അവളെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നെന്ന് ഞങ്ങൾ അറിയണ്ടേ? എന്തായാലും മാനസ ഇവിടെ കൊല്ലാനൊന്നുമല്ലല്ലോ കൊണ്ടുവന്നത്. ആർക്കറിയാം, ചിലപ്പോ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് എന്റെ മോളെ കൊല്ലാനും മടിക്കത്തില്ല. സൂര്യ വേണ്ട, ഇവിടെ ഒന്നും രണ്ടും പറഞ്ഞ് പ്രശ്നം വലുതാക്കാന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. എന്താടാ, എന്താ ഇവിടെ പ്രശ്നം? എന്താ പ്രശ്നം? എനിക്കറിയില്ല അച്ഛാ. ആവശ്യമില്ലാതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാ ഇവിടെ ഇങ്ങനൊരു സംസാരം. എന്താ ജയ, ഇവിടെ എന്താ വിഷയം? ഞാൻ പറയാൻ ദേവ, ഭാവന ഈ അവസ്ഥയിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അവിടേക്കേ ഭാവനയെ കൊണ്ടുപോകുന്നു ജയക്ക് വാശി. വീണ്ടും ഭാവനയ്ക്ക് ഒരു ആപത്ത് വരണ്ടെന്ന് കരുതിയാ ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഇതൊരു നല്ല ചാൻസാ. നീ ധൈര്യമായിട്ട് നിന്നു. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ കയറി പറ്റാം. ഇതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ഇപ്പൊ തന്നെ ഓരോ തീരുമാനങ്ങൾ എടുക്കണോ? വേണോ അങ്ങളെ? ഒരു സംഭവം നടക്കാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. ഭാവന എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഭാവനയാ. അതിന് വെറുതെ ആരും വഴക്കിടണ്ട. മതി, ഭാവന തീരുമാനിച്ച മതി. ഭാവന പറയട്ടെ. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഭാവനയല്ല, ഭാവനയുടെ അമ്മയായ ഞാനാണ്. എന്താ, എനിക്കതിനുള്ള അവകാശമില്ലേ? അമ്മേ, മതി, നീ മിണ്ടണ്ട. നീ പറയുന്നത് കേട്ടാ ഇത്രയും കാലം ഞാൻ നിന്നത്. ഇനി ഞാൻ എന്താണോ പറയുന്നത് അത് നീ കേട്ടാ മതി. ജയേ, ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നാലും ഭാവനയെ തൽക്കാലം ഞാൻ അങ്ങോട്ടേക്ക് വിടുന്നില്ല. എനിക്കറിയാം, ചിലപ്പോ ആരെയും വിഷമിപ്പിക്കണ്ടെന്ന് കരുതി അവൾ അങ്ങോട്ട് തന്നെ വരുമെന്ന്. അതുകൊണ്ട് തന്നെയാ എന്റെ മോളുടെയോ മരുമോന്റെയോ അനുവാദം പോലും ചോദിക്കാതെ ഞാൻ തന്നെ ഇങ്ങനൊരു തീരുമാനമെടുത്തതും. ജയേ, ദാ ഈ നിൽക്കുന്ന രണ്ടുപേരും നിനക്കൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ബോധ്യമായി. അതുകൊണ്ട് ഇപ്പൊ ഭാവനയെ തൽക്കാലം ആ വീട്ടിലേക്ക് അയക്കുന്നില്ല. ഇവരിങ്ങനെ കഴുകിനെ പോലെ എന്റെ മോളുടെ പുറകെ നിൽക്കുമ്പോ ഇനിയൊരു റിസ്ക് എടുക്കാൻ എനിക്ക് എന്തായാലും വയ്യ.